ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൊമേഴ്സ് ബൈറ്റ്സ്. അപ്പോൾ എല്ലാവരും എക്സാമിന് നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പോയിക്കൊള്ളൂ. ഇനി ആകെ ഈ ഡേയ്സേ നിങ്ങളുടെ മുന്നിലുള്ളൂ. ഓക്കെ, ഒരു 60 ഡേയ്സ് അല്ലേ, അത് നമ്മളുടെ ഫ്യൂച്ചറിന് വേണ്ടി ഒന്നും മാറ്റിവെക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഈ ഒരു 60 ഡേയ്സ് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും 100% ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്ക് കേരള സെറ്റ് 2021 ഈസിലി ക്രാക്ക് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളിൽ തൊട്ട് മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. 30 പ്രൊപ്പൗണ്ടേഴ്സിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് തൊട്ട് മുന്നേ. ആൻഡ് ഇപ്പോഴും നമ്മൾ അതിൻ്റെ തന്നെ പാർട്ട് 2 ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോഴും വി ആർ ഗോയിങ് ടു ഡിസ്കസ് 30 പ്രൊപ്പൗണ്ടേഴ്സ്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ചധികം ടേംസും അല്ലെങ്കിൽ അതിൻ്റെ പോലെ തന്നെ തിയറീസ് അല്ലെങ്കിൽ ഓരോ ടേംസ് കുറച്ച് പ്രൊപ്പൗണ്ട് ചെയ്ത ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീനെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് 60 പ്രൊപ്പൗണ്ടേഴ്സിനെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടി. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു 60 പ്രൊപ്പൗണ്ടേഴ്സിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുവാണ്. ഓക്കെ, ഇതൊക്കെയാണ് എന്നത്, ഈ തിയറി പ്രൊപ്പൗണ്ട് ചെയ്തത് ഈ ഒരു ഫേമസ് പേഴ്സണാലിറ്റി ആണ് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. റൈറ്റ്, സോ ലെറ്റ്സ് ബിഗിൻ വിത്തൗട്ട് മച്ച് ടൈം. സോ ദ ഫസ്റ്റ് വൺ ഇസ് കൊഹൽബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറി എന്ന് പറയുമ്പോൾ തന്നെ കൊഹൽബർഗ്. പിന്നെ ഇത് ഓർത്തിരിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു ട്രിക്ക് ഉണ്ട്. അതായത് ആൽഫബറ്റിക് ഓർഡറിൽ പോയി കഴിഞ്ഞാൽ ABCD എന്നുള്ള ആ ഒരു ഓർഡറിൽ പോയി കഴിഞ്ഞാൽ KLM. റൈറ്റ്, അപ്പോൾ കൊഹ്ലബർഗ്. സോ K ഉണ്ട്, L ഉണ്ട്, L കഴിഞ്ഞിട്ട് പിന്നെന്താ ഉള്ളത്? M ആണ്. സോ K കഴിഞ്ഞ M എന്നുള്ള രീതിയിൽ കൊഹൽബർഗ് മോറൽ ഡെവലപ്മെൻറ്റ് തിയറി എന്നും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ സാധിക്കും. പിന്നെ തൊട്ട് മുന്നത്തെ വീഡിയോ, ഐ തിങ്ക് ഇന്നലെ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസവും നമ്മൾ കൊഹൽബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറീനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് ഈ മോറൽ ഡെവലപ്മെൻറ്റ് തിയറി. അതിൽ 3 സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, കൺവെൻഷണൽ സ്റ്റേജ് ആൻഡ് ദ ലാസ്റ്റ് ഇസ് പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോറൽ ഡെവലപ്മെൻറ്റ് തിയറി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മൂവിങ് ടു ദ സെക്കൻഡ് വൺ ഇസ് client-centered approach, which was propounded by Carl Rogers. CC, client-centered Carl Rogers. അപ്പോൾ ഓർത്തിരിക്കാൻ വളരെയധികം സിമ്പിളാണ്. ആൻഡ് ഈ ക്ലയൻറ്റ് സെൻറ്റേഡ് അപ്രോച്ചിനെ നമ്മൾ പേഴ്സൺ സെൻറ്റേഡ് അപ്രോച്ച് എന്നും പറയാറുണ്ട്. സോ അതൊന്ന് നിങ്ങൾ ആ ഒരു നോട്ട് ഡൗൺ ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ എഴുതിയിട്ടുള്ളൂ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പേഴ്സൺ സെൻറ്റേഡ് അപ്രോച്ച് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റൊഗേറിയൻ തെറാപ്പി. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് സ്റ്റാർ മാർക്ക് ഇട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ നല്ല ഫ്രഷ് മൈൻഡിലും നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു മൈൻഡിലായിരിക്കണം നിങ്ങൾ ഈ വീഡിയോസ് കാണേണ്ടത്. എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് എടുക്കാനും അതുപോലെ തന്നെ ഗ്രാസ്പ് ചെയ്യാനും പറ്റുള്ളൂ. ആൻഡ് have your pen and paper when you people are attending my class. It is a must thing. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു, അതുപോലെ എഴുതിയും കൂടെ ചെയ്തു പോകുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ഒരു പോയിൻ്റ് അവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും. അതാണ് ആ ഒരു പ്രാക്ടീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, whenever you are going to play my video on YouTube, just take a pen and paper and go through your notes. ഓക്കെ, ലെക്ചർ നോട്ടായിട്ട് എഴുതിയിട്ടാൽ മതി. ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. 100% വർക്കൗട്ട് ആവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, സോ അതുപോലെ ചെയ്യാൻ ട്രൈ ചെയ്യൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഇൻസൈറ്റ് ലേണിംഗ്, വിച്ച് വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ കൊഹ്ലർ. ഓക്കെ, ഇൻസൈറ്റ് ലേണിംഗ് എന്നുള്ളത് സഡൻ ഗ്രാസ്പിംഗ് ഓഫ് സൊല്യൂഷൻ, പെട്ടെന്ന് തന്നെ അതിൻ്റെ സൊല്യൂഷൻ, ഒരു ഇമ്മീഡിയറ്റ് ഒരു സൊല്യൂഷനാണ് അവിടെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ട്രയൽ ആൻഡ് എറർ തിയറി. അത് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാരണം അതത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കാണാത്തവർ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഡെയിലി ടോപ്പ് മിനി സീരീസ് എന്ന് പറഞ്ഞ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തൊറൻഡിക്സ് ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് വൺ മോർ തിങ്, ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം പസിൽ ബോക്സ് ആണ്.
ഓക്കെ, ആ ഒരു പസിൽ ബോക്സ്, അതിന് വിളിച്ചുകൊണ്ടിരുന്ന ഓരോ പേരുകളും, അങ്ങനെ അതിനുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, അങ്ങനെ കുറേ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ ഓൾവേസ് കീപ്പ് ഇൻ ടച്ച് വിത്ത് ദീസ് തിയറീസ് ബിക്കോസ് ദേ ആർ സോ ഇമ്പോർട്ടൻറ്റ്. Okay, moving to the next one, that is socio-cultural theory which was propounded by Lev Vygotsky. ഞാൻ പറയേണ്ട കാര്യമില്ല, അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ സ്റ്റുഡൻസിനും നല്ല രീതിക്ക് തന്നെ അറിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ലെവ് വൈഗോട്സ്കിയുടെ വേറെ ഒരു പോയിൻറ്റ്സും ഓർത്തിരുന്നില്ലെങ്കിലും നിങ്ങൾ 3 പോയിൻറ്റ്സ് എന്തായാലും ഓർത്തിരിക്കണം. കാരണം ആ 3 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 95% ഫുൾഡാണ് വിത്ത് ലെവ് വൈഗോട്സ്കി. ഓക്കെ, സോ ആ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ഇൻട്രാക്ഷൻ, ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ഈ 3 പോയിൻറ്റും ലെവ് വൈഗോട്സ്കിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്, മോർ നോളജ് അതേഴ്സ്, MKO, ആൻഡ് ഓൾസോ സ്കാഫോൾഡിങ് ആൻഡ് ZPD. ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ സ്പെസിഫൈ ചെയ്തിരുന്നു സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. നമ്മൾക്ക് എന്താണോ അറിയുന്നത്, നമ്മൾക്ക് എന്താണോ അറിയില്ലാത്തത്, അത് തമ്മിലുള്ള ഒരു ഗ്യാപ്പിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതെന്ന്. റൈറ്റ്, മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ചിൽഡ്രൻ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. ദാറ്റ് ഈസ് ജീൻ പൈഗറ്റ് ആണ് പ്രൊപ്പൗണ്ട് ചെയ്തത്. അത് നിങ്ങൾക്കറിയാം, 4 സ്റ്റേജസ് ആണ് നമ്മൾക്കതിലുള്ളത്. ചിൽഡ്രൻസ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, സെൻസറി സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് സ്റ്റേജ് ആൻഡ് ഫോമൽ ഓപ്പറേഷൻ. ഈ 4 ഓപ്പറേഷൻസുും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ കുറേ അധികം കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ്സ് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈസിലി ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ജീൻ പൈഗറ്റ്സ് ചിൽഡ്രൻസ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ്. അത് ഡെയിലി ടോപ്പ് മിനി സീരീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഫ് യു പീപ്പിൾ ആർ എ സീരിയസ് കാൻഡിഡേറ്റ്, ഡു നോട്ട് മിസ് ദീസ് പ്ലേലിസ്റ്റ് ബിക്കോസ് ദീസ് പ്ലേലിസ്റ്റ് ആർ സച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഒരു 80% മാർക്ക് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഈ ഓരോ വീഡിയോസും കണ്ട് അതിലെ നോട്ട്സ് അതേപോലെ തന്നെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി സ്കോർ. കാരണം ഞാൻ ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് സ്റ്റഡി ചെയ്തിട്ടാണ് ഞാൻ ഈ കേരള സെറ്റിൻ്റെ എക്സാം ക്രാക്ക് ഔട്ട് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര 100% ഉറപ്പിൽ എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഞാനൊരു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് ഇസ് റോസിയോ എമിലി. അപ്പം നിങ്ങളൊന്ന് ഓർത്താൽ മതി, എമിലി എന്ന് പറയുന്ന ഒരു കുഞ്ഞുകുട്ടി ഒരു റോസ് പിടിച്ച് നിൽക്കുന്നു. അങ്ങനെ വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി, എമിലി റോസിയോ. ആൻഡ് ദ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് പൗലോ ഫെറെ. പൗലോ ഫെറേൻ്റെ പോയിൻ്റ് ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിലും സ്പെസിഫൈ ചെയ്തിരുന്നു. അത് ക്രിട്ടിക്കൽ പെഡഗോഗി ആയിരുന്നു. അത് ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിന് പൗലോ പെഡഗോഗി, ക്രിട്ടിക്കൽ പെഡഗോഗി. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ തൊട്ട് താഴെ സിമ്പിൾ പെഡഗോഗി, അതായത് വേറെ ഒന്നുമില്ലാതെ വെറുതെ ഒരു പെഡഗോഗി എന്ന് പറയുമ്പോൾ ഓർക്കാൻ പൈഗറ്റാണ് അതിനെ പ്രൊപ്പൗണ്ട് ചെയ്തത്. സോ അത് രണ്ടും കൂടെ കൺഫ്യൂസ്ഡായി മാറിപ്പോവരുത്. ഓക്കെ, ക്രിട്ടിക്കൽ പെഡഗോഗിയാണ് പൗലോ ഫെറെ, വെറുതെ പെഡഗോഗി പൈഗറ്റാണ്. ഓക്കെ, ആൻഡ് പൗലോ ഫെറയ്ക്ക് വേറെ ഒരു പോയിൻ്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ് ആണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് പോയിൻ്റ് ഇസ് ഡിസ്കവറി ഓഫ് ചൈൽഡ്. ഡിസ്കവറി ഓഫ് ചൈൽഡ് കുട്ടീനെ പറ്റി ഫോക്കസ് ചെയ്ത് പറയുമ്പോൾ അത് മരിയ മോണ്ടെസ്റോയാണ്. നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം മോണ്ടെസ്റോ ടീച്ചിങ് മെത്തേഡ്സ് എല്ലാം, റൈറ്റ്? ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും എൻകറേജ് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് മോണ്ടെസ്റോ ടീച്ചിങ്. സോ ഡിസ്കവറി ഓഫ് ചൈൽഡ്, കുട്ടീനെ പറ്റി ഫോക്കസ് ചെയ്ത് പറയുമ്പോൾ അവിടെ വരുന്ന ഒരു ആൻസർ മോണ്ടെസ്റോ. ഓക്കെ, and the next point is field theory of learning, that is propounded by Kurt Lewin. Ara Kurt Lewin, field theory of learning, Kurt Lewin. And moving to the next, that is cognitive theory of learning, which was propounded by Piaget. Cognitive theory of learning which was proposed by Piaget. Animal intelligence, Thorndikeൻ്റെ നമ്മൾ തൊട്ട് മുന്നേ ഒരു പോയിൻ്റ് പറഞ്ഞത് എന്താണ്, ട്രയൽ ആൻഡ് എറർ തിയറി. ഓക്കെ, and the next point is stimulus generalization. Stimulus generalization which was proposed by Ivan Pavlov. Okay, ഇവാൻ പൗലോവിൻ്റെ വേറൊരു മെയിൻ ഒരു തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. അത് പുറകെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റിമുലസ് ജനറലൈസേഷൻ ഇവാൻ പൗലോവ്. ആൻഡ് ദ നെക്സ്റ്റ് പോയിൻ്റ് ഇസ് ലിബിഡോ. ലിബിഡോ ഇസ് ബൈ സിഗ്മണ്ട് ഫ്രൂഡ്. സൈക്കോ അനലിറ്റിക്കൽ തിയറിയിൽ ഉള്ള ഒരു
എലമെൻ്റ് ആണ് സിഗ്മണ്ട് ഫ്രൂയിഡിൻ്റെ ലിബിഡോ എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് കളക്റ്റീവ് അൺകോൺഷ്യസ് വിച്ച് ഇസ് പ്രൊപ്പോസ്ഡ് ബൈ കാറൽ ജങ്ക്. കളക്റ്റീവ് അൺകോൺഷ്യസ് കാറൽ ജങ്ക്. ഇനി സൈക്കോ അനലിറ്റിക്കൽ, നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ സൈക്കോ അനലിറ്റിക്കൽ തിയറി ഫ്രൂയിഡ്. ട്രേറ്റ് തിയറി വിച്ച് വാസ് പ്രൊപ്പോണ്ടഡ് ബൈ കേറ്റൽ. സൈക്കോ സോഷ്യൽ തിയറി വിച്ച് വാസ് പ്രൊപ്പോണ്ടഡ് ബൈ എറിക്സൺ. അവിടെ ഒരു എയ്റ്റ് ഐ തിങ്ക് സൈക്കോ സോഷ്യൽ തിയറിയിൽ വരുന്ന പോയിൻറ്റ്സുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് ആ പോയിൻറ്റുകളെങ്കിലും പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ഓക്കെ, and the next one is two-factor theory which was propounded by Spearman, and the next one is dialectic method which was propounded by Socrates. Moving to the next, that is child-centered theory which was propounded by മോണ്ടസ്രോയ്. ഞാൻ ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞുള്ളൂ ഡിസ്കവറി ഓഫ് ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കുട്ടി റിലേറ്റ് ചെയ്ത് ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ മരിയ മോണ്ടസ്രോയ് സെയിം തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ് എന്നുള്ളത് അത് മോണ്ടസ്രോയ് ആണ്. ആൻഡ് കിൻഡർ ഗാർഡൻ എഡ്യൂക്കേഷൻ ഓഫ് മെൻ എന്നൊക്കെ പറയുമ്പോൾ അത് ഫ്രൊബലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിൻ്റ് ശാന്തി നികേതൻ എന്ന് പറയുമ്പോൾ ഓൾ ടൈം ഒരു ശാന്തി, ഒരു നോൺ വയലൻസ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അത് ടാഗോറിനാണ്. ആൻഡ് ദ നെക്സ്റ്റ് പോയിൻ്റ് ഇസ് മാൻ മേക്കിംഗ്, ഒരു മനുഷ്യനെ മേക്ക് ചെയ്തെടുക്കുക. ഓക്കെ, അത് സ്വാമി വിവേകാനന്ദനാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നത്. സോ മാൻ മേക്കിംഗ് സ്വാമി വിവേകാനന്ദ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവാൻ പൗവ്ലോവിന് സ്റ്റിമുലസ് ജനറലൈസേഷൻ പോലെ തന്നെ വേറൊരു പോയിൻ്റാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഒരു ഡോഗിനെ വെച്ചൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതാണ്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഓൾ അവെയർ ഓഫ് വാട്ട് ഈസ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. ഡെയിലി ടോപ്പ് മിനി സീരീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സ്കിന്നറിൻ്റെ ഓപ്പറൻ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞ് ഒരു ടോപ്പിക് ഉണ്ട്. അതും നമ്മൾ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പറയുന്ന കണ്ടീഷനിങ് തിയറീസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഐഡിയലിസം ഇസ് ബൈ അരിസ്റ്റോട്ടിൽ ആൻഡ് ടാഗോർ. ഇതെല്ലാം ഐഡിയലിസ്റ്റിക് തിങ്കേഴ്സാണ് ഇപ്പോൾ ഞാൻ മെൻഷൻ ചെയ്യുന്നത്, അരിസ്റ്റോട്ടിൽ, ടാഗോർ. അതുപോലെ റിയലിസം തോട്ട്സ് പ്രൊവൈഡ് ചെയ്തത് അരിസ്റ്റോട്ടിലാണ്. ആൻഡ് ഇനി വരുന്ന 3 പോയിൻറ്റ്സ് എപ്പിസ്റ്റമോളജി, എത്തിക്സ്, മെറ്റാഫിസിക്സ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള 3 ടേംസാണ് എപ്പിസ്റ്റമോളജി, എത്തിക്സ് ആൻഡ് മെറ്റാഫിസിക്സ്. ഓക്കെ, എപ്പിസ്റ്റമോളജി എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രൊപ്പൗണ്ട് ചെയ്തത് ഡിസ്ക്രീറ്റ്സ് ആണ്. എത്തിക്സ് സോക്രേറ്റ്സ്, മെറ്റാഫിസിക്സ് പ്ലേറ്റോ. ഇനി ഈ എപ്പിസ്റ്റമോളജി, എത്തിക്സ്, മെറ്റാഫിസിക്സിനെ പറ്റി ഞാനൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനുള്ള കുറച്ചധികം പോയിൻറ്റ്സാണ് ഇപ്പം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാൻ പറയുന്ന പോയിൻറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന പോയിൻറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ ലെക്ചർ നോട്ടിൽ നോട്ട് ഡൗൺ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, സോ എപ്പിസ്റ്റമോളജി എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് പോയിൻ്റ് ഓർക്കേണ്ടത് തിയറി ഓഫ് നോളജ് ആണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, തിയറി ഓഫ് നോളജ് വിച്ച് എമംഗ് ദിസ് എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യു പീപ്പിൾ ഷുഡ് ഗോ വിത്ത് ആൻസർ ഓപ്ഷൻ എപ്പിസ്റ്റമോളജി. അതായത് തിയറി ഓഫ് നോളജ് റിലേറ്റ് ചെയ്യുന്നത് എപ്പിസ്റ്റമോളജിയാണ്. റിഗാർഡ് ടു ഇറ്റ്സ് മെത്തേഡ്, വാലിഡിറ്റി ആൻഡ് സ്കോപ്പ്. സ്റ്റഡി ദ നേച്ചർ, സ്കോപ്പ് ഓഫ് നോളജ് ആൻഡ് ജസ്റ്റിഫൈഡ് ബിലീഫ്. ഓക്കെ, സോ നോളജ് റിലേറ്റ് ചെയ്ത് വരുന്ന പോയിൻറ്റ്സ് എല്ലാം എപ്പിസ്റ്റമോളജിയാണ്. ഓക്കെ, ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് വാട്ട് ഐ മെൻ. ആൻഡ് ഇറ്റ് ഡീൽസ് വിത്ത് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് നോളജ് റിലേറ്റ് ചെയ്ത എല്ലാ പോയിൻറ്റ്സും വരുന്നത് എപ്പിസ്റ്റമോളജിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് എത്തിക്സ് നമ്മൾ നോർമലി കേട്ടേക്കുന്ന ഒരു വാക്കാണ് എത്തിക്സ്. ഞാൻ എത്തിക്സ് പരമായ കാര്യങ്ങൾ നടത്തുള്ളൂ, ഞാൻ എത്തിക്സിനെതിരെ നിൽക്കില്ല. അത് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് മോറൽ പ്രിൻസിപ്പിൾ. മോറലായിട്ട് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, ആ ബിഹേവിയർ, ആ പ്രിൻസിപ്പിൾസിനെ വിട്ടിട്ട് നമ്മൾ വേറെ ഒരു പരിപാടിയും ചെയ്യില്ല എന്നാണ് ഈ ഒരു എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേഴ്സൺ ബിഹേവിയർ ഇൻ ഡൂയിങ് ആക്ടിവിറ്റി. ഒരു മനുഷ്യൻ്റെ ബിഹേവിയറാണ് ആ ഒരു ആക്ടിവിറ്റിയിൽ കാണുന്നത്. സോ അതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഒരു ജോലിക്ക്
നമ്മളിപ്പോൾ ഒരു കൈക്കൂലി, എന്തെങ്കിലും കാര്യത്തിന് ഒരു കൈക്കൂലി അങ്ങനെയുള്ള സംഭവങ്ങൾ മേടിക്കുമ്പോൾ അത് നമ്മളുടെ എത്തിക്സിന് എതിരെയുള്ള കാര്യമാണ്. ഓക്കെ, ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് വാട്ട് ഐ മെൻ. സോ എപ്പിസ്റ്റമോളജി എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന കീ പോയിൻ്റ് തിയറി ഓഫ് നോളജ് ആണെങ്കിൽ എത്തിക്സിൽ വരുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് മോറൽ പ്രിൻസിപ്പിൾ. ഓക്കെ, ഇറ്റ് ഡീൽസ് വിത്ത് മോറൽ പ്രിൻസിപ്പിൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. എത്തിക്സിൻ്റെ അവിടെ സൈഡിൽ മോറൽ പ്രിൻസിപ്പിൾസ് എന്നും അതുപോലെ തന്നെ എപ്പിസ്റ്റമോളജിയുടെ സൈഡിൽ തിയറി ഓഫ് നോളജും എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് മെറ്റാഫിസിക്സിൽ എന്തായിരിക്കും പോയിൻ്റ് എന്നുള്ളതാണ്. മെറ്റാഫിസിക്സ് which is propounded by Plato and which deals with തിയറി ഓഫ് റിയാലിറ്റീനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് ഉള്ള ഒരു തിയറിയാണ്, അല്ലെങ്കിൽ ഒരു ഏരിയ ഓഫ് ഫിലോസഫിയാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ്, ബീയിങ് ആൻഡ് വേൾഡ്, അങ്ങനെ റിയാലിറ്റീനെ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ആ ഒരു ഏരിയ ഓഫ് ഫിലോസഫിയാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. സോ ബൈ കൺക്ലൂഡിങ്, എപ്പിസ്റ്റമോളജി എന്ന് പറയുമ്പോൾ അവിടെ തിയറി ഓഫ് നോളജിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതുപോലെ എത്തിക്സ് എന്ന് പറയുമ്പോൾ മോറൽ പ്രിൻസിപ്പിൾസിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ആൻഡ് മെറ്റാഫിസിക്സ് എന്ന് പറയുമ്പോൾ അവിടെ തിയറി ഓഫ് റിയാലിറ്റി അതിനാണ് കൂടുതൽ ഫോക്കസ്. അതോടൊപ്പം തന്നെ ഒരു പോയിൻ്റ് കൂടെ ഞാൻ ഇതിനോടൊപ്പം ആഡ് ചെയ്തോട്ടെ. എസ്തെറ്റിക്സ് എന്ന ഒരു പോയിൻ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. വാട്ട് ഈസ് എസ്തെറ്റിക്? ഒരു എസ്തെറ്റിക് ആർട്ട് അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് സെൻസ് എന്ന് പറയുന്നത് ഒരു നല്ല കലാഹൃദയം അല്ലെങ്കിൽ ഒരു നല്ല കാവ്യഭാവന എന്നെല്ലാം പറയില്ലേ, ഒരു മറ്റൊന്നിനെ നമ്മളൊന്ന് അഡ്മയർ ചെയ്യാൻ, ബ്യൂട്ടി, ആർട്ടിസ്റ്റിക് ടേസ്റ്റ്, അങ്ങനെയുള്ള ടേംസിനെയാണ് എസ്തെറ്റിക് എന്ന് പറയുന്നത്, അഥവാ എസ്തെറ്റിക് സെൻസ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ. ഓക്കെ, താങ്ക് യു.